ഹായ്. 4-ാം ദിവസമായ വിശാഖം നാളില് നാം ഇന്ന് പരിചയപ്പെടുന്ന ഔഷധമാണ് നിലപ്പന. നിലപ്പന എന്ന് പറയുമ്പോൾ അധികം ആർക്കും പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരില്ല. പക്ഷെ നമ്മൾ കുറച്ചു കാലം മുമ്പ് വരെ കണ്ട് കേട്ട് പരിചയിച്ച ഒരു പരസ്യം ഉണ്ട്, മുസ്ലി പവർ എക്സ്ട്രാ. നിലപ്പനയുടെ ഒരു പര്യായമാണ് മുസ്ലി. ആ പരസ്യം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന ഒരു ചെടിയാണ് നിലപ്പന. ഇതിന്റെ കിഴങ്ങാണ് നമ്മൾ ഔഷധയോഗ്യമായിട്ടുള്ളത്. ഇത് 2 തരത്തിലുണ്ട്, കറുത്ത മുസ്ലിയുണ്ട്, വെളുത്ത മുസ്ലിയുണ്ട്. ഇതിന്റെ ഇലകള് ഇങ്ങനെ 4 വശവും വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. വളരെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ചെടിയാണ്. കുറെ നാളുകളോളം ഇത് മണ്ണിനകത്ത് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വളരെ വേഗത്തിൽ കുറെ നാളുകളോളം മണ്ണിൽ നിൽക്കുന്ന ഒരു ഔഷധി കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് വാജീകരണ ഔഷധമായിട്ട് ഇതിനെ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഔഷധം വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നത് സ്ത്രീകൾക്കുണ്ടാകുന്ന ഉഷ്ണത്തിന്റെ അസുഖം, അതായത് ശ്വേതപ്രതരം എന്ന് പറയുന്ന അസുഖത്തില്, ശരീരത്തിന്റെ ഉഷ്ണാധിക്യത്തില്, പിത്തത്തിന്റെ ആധിക്യത്തില്, മഞ്ഞപ്പിത്തത്തില്, അതുപോലെ മൂത്രം ചുടിയില് തുടങ്ങിയ അസുഖങ്ങളില് ഇതിന്റെ കിഴങ്ങ് പൊടിച്ച് തേനിൽ ചാലിച്ചോ നെയ്യ് കാച്ചിയോ ഒക്കെ കഴിക്കാവുന്നതാണ്. കഷായം വെച്ചും കഴിക്കാവുന്നതാണ്. രോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം ഗതിരാതി കഷായം, അതുപോലെ വാജീകരണ ലേഹ്യങ്ങളിലെല്ലാം തന്നെ മുസ്ലി ഉള്ളതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രതരം അഥവാ ഈ മൂത്രം ചുടിയില്, വെള്ളപ്പോക്കിന്റെ അസുഖം തുടങ്ങിയ അസുഖങ്ങളിൽ, തലവേദന, അസിഡിറ്റി എന്നിവയ്ക്കൊക്കെ ഇത് പാൽ കഷായമായിട്ട് കുടിക്കാം, അല്ലെങ്കിൽ പൊടി തേനി ചാലിച്ച് കഴിക്കാം. ഇതെല്ലാം വളരെ ഫലപ്രദമായ പ്രയോഗങ്ങളാണ്.